ക്രോണസ് മുന്നോട്ട് വന്ന് ഗിയയുടെ കയ്യിൽ നിന്ന് ആ വലിയ അരിവാൾ വാങ്ങി. മാതാവേ, എനിക്ക് പറഞ്ഞു തന്നാലും പിതാവിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കാമെന്ന്. കാരണം പിതാവിനോട് എന്ന് അവന് പകയായിരുന്നു, അതുപോലെ തന്നെ അധികാരത്തിനോടുള്ള ആർത്തിയും. ക്രോണസിന്റെ വാക്കുകൾ കേട്ടതും ഗിയ സന്തോഷത്തോടെ ക്രോണസിനെ ചേർത്ത് പിടിച്ച് യുറാനസിനെ എങ്ങനെ എപ്പോൾ ആക്രമിക്കാം എന്ന് കൃത്യമായി അവൾ പറഞ്ഞു കൊടുത്തു. ഇതൊരു ചതിപ്രയോഗമായിരുന്നു. ശേഷം സൂര്യൻ അസ്തമിച്ചു. ഭൂമി മെല്ലെ ഇരുട്ടായി തുടങ്ങിയ നിമിഷം ഗിയ അവളുടെ ഇളയ മകനായ ക്രോണസിനെ വിളിച്ചു വരുത്തി. അവൾ അവനെ ഒരു വലിയ ഗുഹയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ശബ്ദമുണ്ടാക്കരുത്, നിന്റെ അച്ഛൻ വരാൻ സമയമായി. അവൻ നിന്നെ കാണാൻ പാടില്ല. അവൻ എന്നെ സമീപിക്കുമ്പോൾ നീ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ആ നിമിഷം നിനക്ക് അവനെ ആക്രമിക്കാം. ക്രോണസ് തലയാട്ടിക്കൊണ്ട് ഇരുളിൽ പതുങ്ങിയിരുന്നു. രാത്രിയായപ്പോൾ മുകളിൽ നിന്ന് ഒരു വലിയ നിഴൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് യുറാനസ് ആയിരുന്നു. അതുപോലെ തന്നെ യുറാനസിന് ഒട്ടും തന്നെ സംശയമുണ്ടായിരുന്നില്ല. കാരണം തന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നൊരു അഹങ്കാരം യുറാനസിനുണ്ടായിരുന്നു. ശേഷം യുറാനസ് ഗിയയെ സമീപിച്ചു. അവളെ മുഴുവനായി പുണരുകയും ചെയ്തു. ഈ അവസരത്തിൽ ഗിയ സൂചന കൊടുത്തതും ആ നിമിഷം തന്നെ ഒളിച്ചിരുന്ന ക്രോണസ് മിന്നൽ പോലെ പുറത്തേക്ക് ചാടി. ആരാണ് അവിടെ എന്ന് യുറാനസ് ചോദിക്കുകയും ക്രോണസ് തന്റെ ഇടത് കൈ കൊണ്ട് പിതാവിനെ ബലമായി പിടിച്ചുകൊണ്ട് പൂട്ടിയിട്ടു. ശേഷം വലതു കൈയിലുണ്ടായിരുന്ന ആ അരിവാൾ ഉയർത്തുകയും താഴ്ത്തുകയും മിന്ന വേഗത്തിലായിരുന്നു. ഒരു വലിയ അലർച്ച തന്നെ പ്രപഞ്ചത്തെ നടത്തി. ക്രോണസ് തന്റെ പിതാവിന്റെ ജനനേന്ദ്രിയം ആ അരിവാൾ കൊണ്ട് ഛേദിച്ചു കളഞ്ഞു. യുറാനസ് വേദന കൊണ്ട് പുളഞ്ഞു. ഭയവും വേദന കൊണ്ട് അവൻ ഭൂമിയിൽ നിന്നും അകന്നുപോയി അകലങ്ങളിലേക്ക്.